ഹലോ. ആദ്യകൂട്ടം ചാടി കയറി എന്റെ മേത്തിരുന്നപ്പോഴത്തേക്ക് ഇത് കുട്ടനും ചാടി കയറി തുടക്കുന്നു. അവന് രണ്ടുപേരും ഒരുമിച്ച് എടുക്കണം. അയ്യോ കൊള്ളാലോ. ഇടയ്ക്ക് ഇപ്പം ആലിയ പുറത്താക്കണമെങ്കിൽ അവൻ പറയും ആലിയ എടുക്കണോ, എന്നോട് പറയും ചേച്ചി എടുക്കാൻ. നമ്മൾ നടന്നു വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തിനാണ് വന്നത്? മാൻ ഇത് കാണിക്കാനാണ് ഞങ്ങള് വന്നത്. കുറച്ച് ദിവസമായിട്ടാ ഞങ്ങള് ദേ ഇവിടെ ഒരു നീല ഷീറ്റ് ഇട്ട് കൊളാക്കിയിരിക്കുകയായിരുന്നു വീട്, ബൈക്ക് മൂടാനായിട്ട്. അപ്പം നമ്മളിപ്പം കാർ പോർച്ചായിട്ട് തന്നെയാണ് കിട്ടിയതേ. ഇവ എന്നെ ചെരുപ്പ് ഇടാൻ സമ്മതിക്കില്ല. അവൻ ഇഷ്ടമുള്ള ചെരുപ്പ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. കാർ പോർച്ചായിട്ട് കിട്ടി, പക്ഷെ കാറില്ല. പക്ഷെ എന്തായാലും ഭാവിയിൽ കാറ് വരുമല്ലോ. അപ്പം പിന്നെ ബൈക്കിന് മാത്രമായിട്ട് ഇവിടെ കെട്ടുകയാണെങ്കിൽ പിന്നെ അത് എന്താ പറയാ, അതിപ്പോ എന്താവും, അത് പിന്നെ യൂസ്ലെസ് ആവും. അതുകൊണ്ട് കാർ പോർച്ചായിട്ട് തന്നെ കെട്ടി. എന്നിട്ട് ദേ ഏതുകൊണ്ട് വണ്ടി സൂര്യചേട്ടൻ്റെ വണ്ടിയുണ്ട്. ഇത് നോക്കിയാണ് ആ ചെരുപ്പ്. ഇതുണ്ട്, ഇവനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഈ ചെരുപ്പുകളൊന്നും ഇങ്ങനെ അടുക്കിയിരിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ഇത് നോക്കിയാണ് വേണ്ട. അയ്യേ, ഇതാണ് ഇവന്റെ കയ്യില് മുഴുവൻ കരിയാക്കിയിട്ട് നമ്മൾ തുടച്ചു കൊടുക്കണം. അഴുക്കൊന്നും പറ്റിയിരിക്കുന്ന ഇഷ്ടമല്ല, നമ്മളത് തുടച്ചു കൊടുക്കണം. കയ്യിൽ തന്നെ തുടച്ചു. ഇനി ഇവന്റെ കുഴപ്പം, ഇവന്റെ കഥയൊന്നും പറയാത്തതാണ് നല്ലത്. ഇവിടെ തനിയെ തന്നെ കുറച്ച് പച്ചക്കറി കിളിച്ചു വരണ്ടേ. ഇവിടെ ആദ്യം ഈ ചെറുക്കൻ വേണ്ടേ, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയോ കിളിച്ചു വരുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇത് പയറാണ്. പയർ വേണ്ട ഒടിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ ആലി. അപ്പം ഏത് വന്ന് ആലിയോട് പറയും കേട്ടോ, ചേട്ടാ ചെയ്യില്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് അവനൊരു മാറ്റമില്ല അല്ലേ. ചുച്ചു പൊട്ട് തൊട്ട സുന്ദരി ചുച്ചു വിളിക്കുന്നുണ്ട്. ചുച്ചു ഇങ്ങി വാ, ചെടിക്ക് പിന്നെ വെള്ളം ഒഴിക്കാം. അത് എപ്പോഴും ആ ചെടിയെ പോയി നോക്കലാണ് പരിപാടി. വലിയ ഇഷ്ടമാണ്. എല്ലാത്തിനെയും തൊട്ട് വർത്താനമൊക്കെ പറയും കേട്ടോ. മെല്ലെ നടത്തുള്ളൂ. അതെ, റോസാമുള്ളു കൊണ്ടാ വേനെടുക്കും മോനെങ്കി വാ. ട്രീ അല്ല മോനെ, അത് നമ്മൾ ഈ മരത്തിന്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോ ട്രീ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ ടീ എന്നാണ് പറയണത്. ആ, അതിനെയൊക്കെ മെല്ലെ തുടങ്ങണ്ടോ. അതിന്റെ ഇപ്പം എന്താ പറയാ, അതിൽ പൂവൊക്കെ കിടക്കുമ്പോ അതിനെടുത്ത് പൂവിന്റെ ഡാടയ്ക്കും അമ്മയ്ക്കും കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം പൂവൊക്കെ എവിടെയെങ്കിലും കിടന്നുള്ള ചെടിയിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അത് ഡാടയും അമ്മയാന്ന് പറഞ്ഞിട്ട്. അത് വേണ്ട ഇവൻ, അതല്ലേ ഞാൻ ഈ പറഞ്ഞേ, അവൻ കടിച്ചു നശിപ്പിക്കുന്നത്. അവനത് പിടിക്കില്ല. അത് ഇവൻ പോയി ഉപദേശിക്കുന്നു. ചേട്ടാ എന്നിട്ട് എന്നെ വിളിച്ച് കാണിക്കുന്നത്, ചേട്ടാ ഇവിടെ കയറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു പൊടി ചെറുക്കന്റെ ഇതുപോലും ഇല്ലല്ലോടാ നിനക്കെന്ന് ഞാൻ ആലിയോട് പറയുന്നു. അവിടെ ചേച്ചി അങ്ങോട്ട് പോണ്ടെങ്കി വാ. ഇപ്പൊ കുളിപ്പിച്ച് വെറുതെയാണ്. ചെറുപ്പം ആ പൈപ്പ് തോന്നും വേണ്ട. ഒരുത്തി ഇവിടെ ബോള് കളിയാണേ. ആ പൈപ്പല്ല, 2 പൈപ്പിലും കൂടെ പിടിച്ചിരിക്കുക. വാടാ. ഇതില് റോസാ മുട്ട കിളിച്ചിരിക്കുക. ഇതിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ചെടികളെ. വെള്ളം ഒഴിക്കാൻ ഇപ്പൊ മഴ പെയ്തേ ഉള്ളൂ മോനെ. അപ്പുറത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. അവിടെ ഈ കാർ പോർച്ച് ഇട്ടതിന് ശേഷം വെള്ളം എന്താ പറയാ ഒഴിച്ചേ പറ്റൂ മഴയുണ്ടെങ്കിൽ. മെല്ലെ പുറത്ത് നിന്നൊന്ന് വീട് കാണിച്ചു കൊടുക്കാവോ? അങ്ങനെയല്ല, ഫുൾ വ്യൂ കാണിക്കാൻ. ഇങ്ങനെയാ വീട് ഫുൾ കാണാൻ പറ്റുന്നേ. ഞാൻ ഇറങ്ങാം. ഡാഡു എന്നൊക്കെ വിളിക്കട്ടെ സ്നേഹം. മാറൂന്ന് പറയുന്നത് അതാണ് കോമഡി കേട്ടോ. മാമി കണ്ടോ, എപ്പോഴും ആ ചെടിയെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട്. അയ്യോ ചെടിയെ വിളിക്കുന്ന കേട്ടോ. ചെടൂന്നുണ്ട്. ചെടി ട്രീ അല്ല മോനെ, അത് ടീ എന്ന് പറയുന്നത്. ട്രീ അല്ല മോനെ, അത് ആലി. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ മുളക് ചേട്ടാ വിളിക്കുന്ന കേട്ടോടോ കൊച്ച്. അത് ഇവനാണ് സുഹൃത്തേട്ടാ. ഇവൻ കടിച്ചു പിടിച്ച ഇവൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ കണ്ടതാ. ഇവനുണ്ടല്ലോ, ഇവൻ അതിനെ പരിപാലിക്കാൻ നിൽക്കും, ലവൻ അതിനെ നശിപ്പിക്കും.
നീ എന്തിനാ അതിന്റെ ഇടയിലൊക്കെ പോയി തലയിടുന്ന ആലി? അവനത് കടിച്ചു നശിപ്പിക്കാന്ന്. അത് റോസാപ്പൂ കടിക്കുമ്പോ അവന്റെ ഇത് മാറിക്കോളും. അയ്യേ വേണ്ട മണ്ണില് പിള്ളേര് കളിച്ച് വളരണമെന്നുള്ളത് അവനറിയാൻ. കൈ മുഴുവൻ എപ്പോഴും അഴുക്കാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇവന് കൃഷി വലിയ ഇഷ്ടമായിരിക്കും തോന്നുന്നു കേട്ടോ ഭാവിയിൽ. എന്തായാലും നമുക്ക് സ്ഥലമൊന്നുമില്ല. നമുക്ക് നീ വലുതാകുമ്പോ ആ സ്ഥലം ഉണ്ടാവട്ടെടാ. ആലു നിന്റെ അടുത്ത് പറഞ്ഞോടാ ഞാൻ ഈ പാവത്തൊരു എക്സ്പ്രഷൻ കാണിച്ച് വേല ഇറക്കല്ലേ ആലു. മോനെ ആലുവിനോട് പറഞ്ഞേ ചേട്ടാ അങ്ങനെ ചെയ്യല്ലേന്ന്. ഏതു ആ ചേട്ടാ ഡാഡയാണോ വിളിച്ചേ? ഡാഡയാണോ നിന്റെ ഗുണ്ട? ഡാഡ അതെ ചേട്ടാ അങ്ങനെ ചെയ്യും. ആ ചേട്ടാ പറഞ്ഞു ഇറക്കി. അവൻ പൊന്നു പോലെ കൊണ്ടു നടക്കണം ചെടിയോ. അയ്യേ ദേ കയ്യിൽ മുഴുവൻ അഴുക്കാക്കിട്ട് ഡാഡയെ വിളിക്കുന്നുണ്ട്. അയ്യേ എന്തിനാ ഈ അയ്യെന്ന് വിളിക്കാനായിട്ട്? പിന്നെ കൈ മുഴുവൻ അഴുക്കാകുന്ന എപ്പോഴും ചെടി വരുവാനോ? വേണ്ട വേണ്ട നിക്കുന്നുണ്ടല്ലോ. ചേട്ടന്റെ കൂടെ വന്നേ. ചേട്ടൻ എന്ത് ചെയ്യാൻ നോക്കിയേ? ഇവനാണ് യഥാർത്ഥ പാല. മാമി മാറൂന്ന് ആ ബാബു ബാബു എന്ന് പറഞ്ഞ ബക്കറ്റിന് അവൻ തന്നെ ഓരോ പേരുകൾ ഇടും കേട്ടോ. എല്ലാരെയും പേടിപ്പിക്കാൻ നിൽക്കുകയാണ് ഈ ചേച്ചി. ആർക്കും പുറത്ത് പോവാൻ പറ്റില്ല. ഏത് നിന്റെ ഹെഡ് കാണിച്ചു കൊടുക്കാവോ? ഹെഡ് 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 ഓക്കെ. നോസ് 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 ഓക്കെ. മൗത്ത് ടങ് 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 അതും അതിനകത്താണ്. ടങ് നോസ് അല്ല ടങ്. ഓ വീണ്ടും ഇനി അത് കുത്തിക്കൊണ്ടിരിക്കും. ഓക്കെ ശരി. പിന്നെ ഏത് നിന്റെ ചീക്സ് എന്ത് ചെയ്യടാ? ഓ ചീക്സ് പിടിച്ചോ. വേറെ ശ്രദ്ധ പോയി അവൻ്റെ അമ്മയ്ക്ക് കൊടുത്താ മതി. ശരി കടവായിരുന്നു. മാമി ഇവിടെ കിണറിന്റെ അടുത്തൊക്കെ അത് ഇച്ചേച്ചി കിണറിന്റെ അടുത്തൊക്കെ ഇവിടുന്ന് മാറാം. അവന് പോണോന്ന്. ഞാൻ തുണി വിരിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഇവന്റെ കുറച്ച് തുണികള് എന്നെ വിരിക്കാൻ സമ്മതിക്കില്ല കേട്ടാ. എന്നിട്ട് ഡാഡയെ കൊണ്ട് കൊടുത്തിട്ട് പറയാ ഡാഡ വിരിച്ചാ മതി. എന്നെ പണിയെടുപ്പിക്കാൻ ഇവൻ സമ്മതിക്കത്തില്ല. അവൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവനും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. അവന്റെ തുണികളെല്ലാം അവൻ എടുത്ത് കൊടുക്കും. ഇത് ഞാൻ വിരിക്കണ്ട ഡാഡ വിരിച്ചാ മതി. നന്ദിയുണ്ട് കേട്ടോ. അതൊക്കെ പകുതിയും തറയിൽ പോയി. കുറച്ച് മതി. ഇങ്ങിതാ അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ പ്ലീസ്. എല്ലാ തറയിൽ മമ്മ ഹെൽപ്പ് ചെയ്യാം പ്ലീസ് പ്ലീസ്. അവൻ തളർന്ന് വിയർപ്പങ്ങ് തുടച്ചോളാ. നീ അവിടെ ബക്കറ്റല്ലേ ഉള്ളൂ. വീണ്ടും ഉണ്ടോ തുണി? സോക്സ് ഉണ്ട്. കോമഡി പീസാണ് ഇവൻ. മതി മതി വാ. നീ അവിടെ ബക്കറ്റല്ലേ ഉള്ളൂ വാ. തട വേഗം വിരിച്ചു. അല്ലെങ്കിൽ ഇപ്പൊ ഇതെല്ലാം തറയിൽ കിടക്കും. ഹെൽപ്പറെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. അത് വിരിക്കാനുള്ള സമയം കൊടുക്കണം. ഇവനുണ്ടല്ലോ ഇവന് കൊറേ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഡാഡു ഓ ഓ ഓ അവിടെ ഒരു പൂച്ച പോന്നേ. ലോക്കി ബേബിക്ക്
പൂച്ചയൊക്കെ ആയിട്ട് ഫ്രണ്ടാ. ലോക്കി ബേബി അവിടെ ഉണ്ട്, കാണുന്നില്ല. ലോക്കി ലോക്കി, ഓ ലക്കി വിളിക്കുന്ന കേട്ടോ. ലക്കി ലോക്കി ഒരു ബേബിയാണെന്ന് അത് ഞാൻ പറഞ്ഞു കൊടുത്തേ. ഞാൻ കണ്ടപ്പോൾ ചേച്ചിന്ന് വിളിച്ചപ്പോൾ ഞാൻ ലോക്കി ബേബിയാണ്, 7 months അന്നേരം തൊട്ടുള്ള ബേബി കാണിക്കാം. ബാ ഏതോ ഇതെന്താ ബാബു. ഇങ്ങോട്ട് നടക്ക് മാമി. ബാബു ഓടിക്കട്ടെ മാമി. മാറ് ഇടാ അങ്ങോട്ട് മാമി. ഞാൻ വീട് കാണിക്കാവേ. ഇപ്പൊ അതിങ്ങനെയായി. മുന്നേ ഇവിടെ നീല ടാപ്പോലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട് കുറച്ച് വൃത്തി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഞാനിവിടെ കിടന്നോളാം. ടാറ്റാ. ഇറങ്ങിയത് നേരെ അസ്ത്രം വിട്ടതുപോലെ പോകുന്നത് ലോക്കിയുടെ അടുത്താണ്. ലോക്കിനെ അവൻ ബേബി എന്നാണ് വിളിക്കുന്നത്. ലോക്കി ബേബി എന്ന് വിളിച്ച് പോയിട്ടുണ്ട്. ലോക്കി സിറ്റ് ഔട്ടിലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടപ്പോൾ ലോക്കി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞാൻ ലോക്കി ബേബിക്ക് ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് വന്നു. ആ സമയത്ത് ഈ വലി സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. ആദ്യം അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് മാത്രമേ ഞാൻ ലോക്കിക്ക് കൊടുക്കാറുള്ളൂ. ആലിക്കാണ് എന്നെ കൊല്ലാൻ ഉള്ള ദേഷ്യമുള്ളത്. ഇസുവിന് പിന്നും കുഴപ്പമില്ല. ഇസുവിന് പിന്നെ അവളെ ഇഷ്ടമാണ് ലോക്കിയെ, പക്ഷെ ആലിക്ക് അത്ര ഇഷ്ടമല്ല. ഇനി ആലിക്ക് ലവ് അറിയത്തില്ല കേട്ടോ. നമ്മളെ കലാപങ്ങളിൽ നിന്നാണല്ലോ പ്രണയം ആരംഭിക്കുന്നത്. ചേട്ടന് വേണ്ടി പെണ്ണാലോചിക്കാനാണോ എന്നറിയത്തില്ല. ഇവൻ എന്നും കൊണ്ടുപോയി ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. ഇതുപോലെ ഇവൻ അകത്ത് കയറണമെന്നും പറഞ്ഞ് ബഹളമാണ്. പക്ഷെ ഞങ്ങൾ അകത്ത് ഇതുവരെ കയറ്റിയിട്ടില്ല. ആൾക്ക് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല, എങ്കിലും ഞങ്ങൾക്കൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ അകത്ത് അവളെ കെട്ടിയിട്ട സമയത്ത് മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഏതുകൊണ്ട് ഇങ്ങനെ വിട്ടിട്ടില്ല. അവളും കുഞ്ഞല്ലേ, അവൾക്കും അറിയത്തില്ലായിരിക്കുമല്ലോ. സോ ഇന്നത്തെ കഥ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക്